Hello. Welcome to Market Discussion of the Day. Today, 27th of February 2026, Friday ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലൂടെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാനായിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച മാർച്ച് 2 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 7 ദിവസത്തെ ക്ലാസ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ഈ ഒരു ക്ലാസ്സസ് നടക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കോഴ്സ് ഫീസ് വന്നിട്ട് വെറും 999 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ് നടക്കുന്നത്. സോ നിങ്ങൾ ഈ സമയത്ത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമുക്കറിയാം നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം അല്ലേ. സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കഴിഞ്ഞ വട്ടം 208K ആയിരുന്നെങ്കിൽ ഈ വട്ടം 212K ആണ്. ഇത് ബേസിക്കലി നെഗറ്റീവാണ്, US ഡോളറിന് നെഗറ്റീവാണ് അല്ലേ. എന്താണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം? ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ആൾക്കാരാണ് ക്ലെയിമിന് പോയത്, ജോലി പോയ ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ക്ലെയിമിന് പോയ എത്ര നമ്പർ ഓഫ് ആൾക്കാരാണ് എന്നുള്ളതാണ് US അല്ലേ. സോ 212K, അതായത് 208Kയിൽ നിന്ന് 212K പോയി. അതായത് കൂടുതൽ ആൾക്കാർ ജോബ്ലെസ് ക്ലെയിംസിന് വേണ്ടി പോയി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, US ഡോളറിന് സ്ട്രെങ്ത് കുറയും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ബേസിക്കലി അത് US ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ഗോൾഡിനെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. സോ ഇന്ന് വൈകുന്നേരം നമുക്ക് കോർ PPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അത് ഭയങ്കരമായ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഉറപ്പായിട്ടും മാർക്കറ്റിനെ അതൊന്ന് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇന്ന് രാവിലെ JPYയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് പോസിറ്റീവായിട്ടാണ് ആക്ച്വലി വന്നത്. 0.1% ആയിരുന്നു ഫോർകാസ്റ്റ്, -9% ആയിരുന്നു പ്രീവിയസ്. ഈ വട്ടം വന്നപ്പോൾ 1.8% ആയി. ഓക്കെ, സോ അത് USD JPYയെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് വൈകുന്നേരം PPIയുടെ ന്യൂസ് മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ ജനീവയിൽ ഇറാനും US തമ്മിലുള്ള ഇൻഡയറക്റ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷേ അതൊരു ഭയങ്കരമായൊരു ഈ ഒരു മീറ്റിംഗ്, ഇന്നലെ നടന്നിട്ടുള്ളൊരു മീറ്റിങ്ങിനെ ഒരു വലിയ രീതിയിലുള്ളൊരു മൈനർ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഒരു US സോഴ്സസ് ഈ ഒരു മീറ്റിങ്ങിനെ ഒരു ഡിസപ്പോയിൻറ്റഡ് സിഗ്നലിംഗ് ആണ് ഇപ്പോൾ ഇന്നലത്തെ മീറ്റിങ്ങിനെ കാണിക്കുന്നുള്ളൂ. സോ അതുകൊണ്ടിട്ട് തന്നെ അവിടുത്തെ ടെൻഷൻ, അപ്പോൾ US ആർമിയുടെ തന്നെ ഓൾമോസ്റ്റ് 1/3 ആർമി ഇറാൻ വളഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 15 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു ഡീലിൽ വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്ന് US പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറാൻ എങ്ങാനും ഇറാനെ US അറ്റാക്ക് ചെയ്താൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചുള്ള അറ്റാക്കുകൾ US-ന് തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യം ഇറാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡ് മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 5180 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ടിട്ടാണ്. സോ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ ഉറപ്പായിട്ടും ഗോൾഡ് വീണ്ടും ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 5600 കയറി പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും അവിടെ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സെൽ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ബൈ സൈഡിൽ നിൽക്കുമ്പോഴും നമുക്കറിയാം, ഇന്നലത്തേക്ക് മാർക്കറ്റ് നമ്മൾ കണ്ടതാണ് അല്ലേ, ഒറ്റയടിക്കൊക്കെ മാർക്കറ്റ് താഴോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസുകൾ നോക്കിയിടണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് താരിഫ് വാറിനെ കുറിച്ചുള്ളൊരു കാര്യം നമുക്കറിയാം. US ഗവൺമെൻറ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. സോ US സുപ്രീം കോടതി ഡൊണാൾഡ് ട്രംപിന് താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അധികാരമില്ല, അത് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിനുശേഷം സെക്ഷൻ 122 വെച്ചിട്ട് 10% ഗ്ലോബൽ താരിഫ് ഡൊണാൾഡ് ട്രംപ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം അത് 15% കൂട്ടുകയും ചെയ്തു അല്ലേ. സോ അത് ഒരു ഭയങ്കരമായ അൺസർട്ടനിറ്റി ഉണ്ടാക്കി. കാരണം ഓൾറെഡി എത്രയോ ബില്യൺ US ഡോളേഴ്സ് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം US ഗവൺമെൻറ്റിന് അല്ലേ. സോ അതെല്ലാം ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കി. അത് ഗോൾഡിനെ മുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്നു.
സോ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസും നമുക്ക് US ഡോളറിന് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇതൊക്കെയാണ് നമുക്ക് ന്യൂസ് ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർട്ടറിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റെഗുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ ഏതൊരു കമ്പനി എടുത്താലും അതിൻ്റെ റെഗുലേഷനാണ് നോക്കേണ്ടത്. സോ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASICയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷനും, അങ്ങനെ മൗറീഷ്യസ്, അങ്ങനത്തുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ് സ്റ്റാർ ട്രേഡർ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കയറി നോക്കിയാൽ മതി, $100,000 വരെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പനിയുടെ ഒരു എന്താ പറയുക, നമ്മുടെ സ്പോൺസർഷിപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വട്ടത്തെ T20 വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്ന, അല്ലെങ്കിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റാർ ട്രേഡറാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ NBA സ്പോൺസർഷിപ്പ്, അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് സ്റ്റാർ ട്രേഡർ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡെപ്പോസിറ്റ് ബോണസും തരുന്നുണ്ട്. അതായത് ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സോ അതായത് $1,000 ഡെപ്പോസിറ്റ് ചെയ്താൽ $350 എക്സ്ട്രാ കമ്പനി നമുക്ക് തരും ട്രേഡ് ചെയ്യാനായിട്ട് അല്ലേ. സോ 10,000 ഡെപ്പോസിറ്റ് ചെയ്താൽ $12,250 നമുക്ക് കിട്ടും അല്ലേ. സോ യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും. $1,000 1000 തന്നെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് 20% കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ നേരെ ടെക്നിക്കൽ നിങ്ങൾക്ക് സ്റ്റാറിൽ അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക, ആപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, UAE ക്ലയൻസ് ആണ് എങ്കിൽ മാത്രം വേറൊരു ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്, അതിനകത്ത് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കി ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY തന്നെ പോവാം. USD JPY ഇപ്പോൾ കറൻ്റ്ലി 155.76 നിൽക്കുന്നു. സോ ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 156.3 പോയതല്ലേ. സോ ബേസിക്കലി 156.3 മുകളിലായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തടത്തോളം ഒരു ബെയറിഷ് മൊമെൻ്റമാണ് ഇപ്പോൾ നമുക്ക് USD JPYയിലുള്ളത്. ഓക്കെ, സോ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ബേസിക്കലി 156.3 നമുക്ക് അവിടുന്ന് വീണ്ടും നമുക്കൊരു സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. ഇന്നലെയും നമ്മൾ പറഞ്ഞത് അതാണ്, അതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്നും പറയാനായിട്ടുള്ളത്. 156 അല്ലെങ്കിൽ 157 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 156.3 അവിടെയൊക്കെ നമുക്ക് സെല്ലെടുക്കുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് താഴെ വീണ് കിട്ടിയാൽ 155 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 155 അവിടെ ഹോൾഡ് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ഓപ്പണിങ്സ് എന്താണ്, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി പറയാനായിട്ട് വെറുതെ എടുക്കുക എന്നുള്ളതല്ല കേട്ടോ. ഒരു 1 അവർ ക്യാൻഡിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയാറുണ്ട്, ഒരു 1 അവർ ക്യാൻഡിൽ ഏതെങ്കിലും മാർക്കറ്റ് അവേഴ്സിൽ ഒരു പർട്ടിക്കുലർ ഞാൻ ഈ പറയുന്ന പോയിന്റ്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, സോ 1 അവർ അല്ലെങ്കിൽ നമ്മുടെ 1 അവർ ക്യാൻഡിൽ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ടൈമിംഗ് 7:30 മണി, 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവും, 2:30 ഏഷ്യ ക്ലോസ് ആവും, വൈകുന്നേരം 6:30 US ഓപ്പൺ ആവും, രാത്രി 8:00 യൂറോപ്പ് ക്ലോസ് ആവും അല്ലേ. സോ ഈ ഒരു ടൈമിങ്ങിൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിസിലാണ് നമ്മൾ തീരുമാനമെടുത്ത് പോകേണ്ടത് അല്ലേ. സോ അങ്ങനെ നമുക്ക് 156.30 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 157 അവിടെ നമുക്ക് 57 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് 2 മാർക്കറ്റ് അവേഴ്സിലെങ്കിലും 156.30 മുകളിലായിട്ട് മാർക്കറ്റ് പോയാൽ, ഓക്കെ, സോ മാർക്കറ്റ് ഒരു വട്ടം ചിലപ്പം ഒറ്റ വട്ടം അങ്ങ് പോവും, 2 മാർക്കറ്റ് അവേഴ്സ് നമുക്ക് കിട്ടില്ല. സോ ഉറപ്പായിട്ടും അതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു വരുമല്ലോ, ആ ഒരു സമയത്ത് 156.30 അവിടെ നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അല്ലാത്ത പക്ഷം നമുക്കൊരു പുൾ ഡൗൺ 155 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. 154.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USD വരുമ്പോൾ GBP USD നമുക്ക് ഇന്നലെ നമുക്കൊരു ഹൈ എന്ന് പറയുന്നത്
ഓൾമോസ്റ്റ് 1.3698 നമുക്ക് ഹൈ പോയിട്ടുണ്ടായത് അല്ലേ. സോ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഓൾമോസ്റ്റ് 1.3450 നേരത്തെ സപ്പോർട്ട് ചെയ്ത ആ ഒരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലേ. സോ ബേസിക്കലി നമുക്ക് അവിടെ കിട്ടിയായിരുന്നു 1.3450 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ അതാണ് എനിക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇത് 1.3500 എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് അവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്ന് 1.3520 1.3530 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിലും സെല്ല് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സെല്ല് ചെയ്യുന്നിടത്ത് നമുക്ക് 1.3570 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം നമ്മൾ സെല്ല് എടുക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇത് ഞാൻ പറയാനായിട്ടുള്ള റീസൺ, ഞാൻ ആക്ച്വലി നമ്മൾ ട്രെൻഡിനനുസരിച്ചിട്ട് സംസാരിക്കാറുള്ളത്, പക്ഷേ ഇതൊരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇപ്പോൾ GBP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ബൈയും സെല്ലും പറഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മുടെ യൂറോ USD ബെയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, സോ യൂറോ USD ബെയറിഷ് ആണ്. നമുക്ക് യൂറോ USDയിൽ എടുക്കാൻ നേരത്ത് 1.1804 ആണ് നമുക്ക് ഇപ്പം കറൻ്റ്ലി മാർക്കറ്റ് കണ്ടീഷൻ നിൽക്കുന്നത്. സോ 1.1830 എവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 1.1830 അവിടെയൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് 1.1880 മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് 1.1740 താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ യൂറോ USD നമ്മൾ ബൈയിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം യൂറോപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ റഷ്യ ഉക്രൈൻ വാർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 4 വർഷം ഫെബ്രുവരി 24 ആയത്. സോ അത് സംബന്ധിച്ച് യൂറോപ്യൻ ലീഡേഴ്സ് യുക്രൈനിൽ പോയിട്ടുണ്ടായിരുന്നു. യുക്രൈനിൽ പോയിട്ട് അവിടുത്തെ മേജറായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുകയും $90 ബില്യൺ എത്രയോ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനെ ഹംഗറി എതിർക്കുകയും ചെയ്തു. സോ അത് യൂറോപ്യൻ യൂണിയനുള്ള ഒരു ഒത്തൊരുമയ്ക്ക് എന്താ പറയുക, ഒരു വിള്ളലേക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ യൂറോ ബേസിക്കലി ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. സോ അതുകൊണ്ട് ബൈ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോ USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് വരാം. 5135. ഓക്കെ, സോ ഇന്നലെ ലോ പോയപ്പം 5130 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നും എനിക്ക് പറയാനായിട്ടുള്ളൊരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5150 അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 5130 താഴെ 5125 റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്കൊരു ബ്രേക്ക് ഔട്ട് വേണം. അതായത് ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ 5200 മുകളിലായിട്ട് നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. അത് ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 5200 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ കയറി അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ 5200 5205 അവിടെയായിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ബ്രേക്ക് ഔട്ടിൽ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് 5000 ബ്രേക്ക് ഔട്ടിൽ ചെയ്യേണ്ട ആൾക്കാർ 5185 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. സേഫായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈവൻ 75 താഴെയായിട്ട് ഓൾമോസ്റ്റ് $30 സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി നിങ്ങൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഞാനിപ്പം പറയുന്നത് പോലെ ഇപ്പം നമ്മളൊരു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറൻസി പെയറിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് ഈവൻ ഓർഡേഴ്സ് ഇട്ട് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ല. പക്ഷേ ഒരിക്കലും ഗോൾഡിനകത്ത് ഓർഡർ ഇട്ട് വെക്കരുത്. ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താ പറയുക, 1 അവർ ക്യാൻഡിൽ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കി മാർക്കറ്റ് ടൈമിങ്ങിന് കൺഫർമേഷൻ ചെയ്യുകയാണ് ആക്ച്വലി ഗോൾഡിൽ ചെയ്യേണ്ടത്. ഇല്ലാത്ത പക്ഷം ഗോൾഡിനകത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം. ഒരു കാരണവശാലും ഓർഡേഴ്സ് ഇട്ട് ഗോൾഡിൽ വെക്കാതിരിക്കുക.
ഓക്കെ എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ, തിങ്കളാഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.